ഊരത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പടിയൂർ പഞ്ചായത്തിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശ്രീജയും വാർഡ് മെമ്പറും എ ജനറ്റിനോട് പറഞ്ഞു. ടെൻഡർ എടുക്കുന്ന സമയത്ത് സാധാരണ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പദ്ധതി വെക്കുമ്പോൾ കുറച്ച് എമൗണ്ടുകൾ മാത്രം വെച്ചിട്ടാണ് ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കുക. എസ്റ്റിമേറ്റും കാര്യങ്ങളെല്ലാം വരുന്ന സമയത്താണ് അതിന് എത്ര എമൗണ്ട് വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 12 ലക്ഷത്തോളം രൂപ അതിൻ്റെ ഭാഗമായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെൻഡർ നടപടികൾ ആ പദ്ധതി വെക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഭരണസമിതിൻ്റെ സമയത്ത് അത് ടെൻഡർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ടെൻഡർ ചെയ്തത്. ടെൻഡർ ചെയ്ത വർക്കിന് പണിയെടുക്കാൻ പറ്റാണ്ടായത് ഇലക്ഷൻ വന്നു എന്നുള്ളത് കൊണ്ടാണ്. നിയമസഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പണിയെടുക്കുമ്പം ഉള്ളൊരു പ്രയാസമുണ്ട്. അതിലാണ് താമസം വന്നത്. അപ്പം പിന്നെ നമ്മുടെ കാലാവസ്ഥ, അപ്പോൾ പണി തുടങ്ങിയ സമയത്താണ് നല്ല മഴ പെയ്തു. അപ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ആരോപണമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അതിന് ശേഷം തുടർച്ചയായി പണി നടന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് നല്ല രീതിയിൽ അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. സാധാരണ മഴ പെയ്യുന്ന സമയത്ത് നമുക്കറിയാം മണ്ണ് ഇളക്കിയിട്ടാൽ ഉണ്ടാവുന്ന ഒരു വെള്ളക്കെട്ട് ഉണ്ടാവുമല്ലോ. അത് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആരോപണം ഉന്നയിച്ച ആൾ പഞ്ചായത്തിനെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. അയാൾ ആ രീതിയിലാണ് അത് കണ്ടിട്ടുള്ളത്. ആ പ്രദേശത്തുള്ളതും ആശുപത്രിൻ്റെ ചുറ്റുവട്ടത്തുള്ളതും അല്ലെ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി, നമ്മളൊരു കമ്മിറ്റി അവിടെയുണ്ട്. ആ കമ്മിറ്റിയിലുള്ള മെമ്പർമാർക്കെല്ലാം അറിയാം പഞ്ചായത്ത് ആ ആശുപത്രിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എല്ലാ മാസവും HMC മീറ്റിംഗ് ചേർന്ന് പഞ്ചായത്തിൻ്റെ ആളുകളും അതുപോലെ തന്നെ ഡോക്ടറും നാട്ടുകാരെന്ന് പറയുമ്പോൾ ആശുപത്രിയെ സഹായിക്കുന്ന കമ്മിറ്റി എന്ന രീതിയിലുള്ള കമ്മിറ്റി HMC മീറ്റിംഗ് എല്ലാ മാസവും ചേർന്ന് അതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻ്റർലോക്കും ചുറ്റുമതിലും എന്ന രീതിയിലാണ് ആ പദ്ധതി വെച്ചിട്ടുള്ളത്. അപ്പോൾ തുടർന്ന് ഈ വർഷത്തെ പദ്ധതിയിലും ഇൻ്റർലോക്ക് ഇപ്പം പൂർത്തിയായിരിക്കും. അതിനുശേഷം ആ ആശുപത്രി കോമ്പൗണ്ട് ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുക എന്ന രീതിയിലേക്കുള്ള പദ്ധതി കൂടി ഈ വർഷത്തേനകത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ PHC ആണ്. അതിപ്പോൾ FSC ആയിട്ട് മാറാൻ വേണ്ടി ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട് ആ ആശുപത്രി മാറുന്നുണ്ട്. ആ ആശുപത്രി മാറുന്നതോടുകൂടി പഞ്ചായത്തിൽ ഇപ്പം സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർക്ക് പുറമെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 8 ലക്ഷത്തോളം രൂപ ഒരു വർഷം ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് നീക്കി വെച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ ഇൻ്റർലോക്ക് പ്രവൃത്തി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ശക്തമായിട്ടുള്ള മഴ ഇവിടെ ഉണ്ടായത്. ഇൻ്റർലോക്ക് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് ആ സമയത്ത് എടുത്തത്. അപ്പോൾ അങ്ങനെ എടുത്ത സമയത്താണ് വളരെ വലിയ മഴ പെയ്യുകയും കുറച്ച് വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാവുകയും ചെയ്തത്. അതൊരു ദിവസം കൊണ്ട് തന്നെ പോയതാണ്. വളരെ ഭംഗിയായി ആ ഇൻ്റർലോക്ക് പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത്രയും ഭംഗിയായി ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം ശ്രമം പഞ്ചായത്ത് എന്നുള്ള നിലയിൽ നടത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഉടൻ തന്നെ അതിന് വേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ ആരോഗ്യരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള വികസനമാണ് നമുക്ക് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭ്യമാകുന്നത്. PHC എന്നുള്ളത് മാറി FHSC ആകുമ്പോഴേക്ക് നമ്മുടെ ചികിത്സാരംഗത്തുള്ള ഒരു പരിധിവരെയുള്ള പോരായ്മകളെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു മഴയത്ത് ഒരു ദിവസം കുറച്ച് വെള്ളക്കെട്ടുണ്ടായി എന്നുള്ളതാണ്. അതൊരു വിഷയമായി കാണുക എന്നുള്ളതാണ് ഈ ആരോപണം ഉന്നയിച്ച ആൾ ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് മാത്രം, എന്നുവെച്ചാൽ പഞ്ചായത്തിനെതിരായിട്ടുള്ളൊരു നീക്കം നടത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. അത് അടിസ്ഥാനരഹിതമാണ്. അത്തരത്തിൽ പ്രസക്തിയില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വർക്കെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ആരോപണം തൽക്കാലത്തെ ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ഒരു വിഷയം ഉയർത്തി കാണിച്ചൊരു ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാം പരിഹരിച്ചു വളരെയേറെ മെച്ചപ്പെട്ട നിലയിൽ നമ്മുടെ PHC മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്.